ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് എതിരെയുള്ള SFI പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുകയാണ്. അതും രൂക്ഷമായി തന്നെ. കഴിഞ്ഞ ദിവസം പുതുവർഷാഘോഷങ്ങളുടെ ഭാഗമായി തന്നെ SFI പ്രവർത്തകർ ആരിഫ് മുഹമ്മദ് ഖാന്റെ കോലം കത്തിച്ചു. ആരിഫ് മുഹമ്മദ് ഖാന്റെ കോലം കത്തിച്ചു എന്ന് പറയുമ്പോൾ പാപ്പാഞ്ഞിയുടെ മാതൃകയിൽ ആരിഫ് മുഹമ്മദ് ഖാന്റെ കോലം ഉണ്ടാക്കിക്കൊണ്ട് അത് കത്തിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. സംഭവം കണ്ണൂർ പയ്യാമ്പലം ബീച്ചിലായിരുന്നു. വൈക്കോല് കൊണ്ടും വെള്ളത്തുണി കൊണ്ടും 30 അടിയോളം ഉയരത്തിലുള്ള കോലം ഉണ്ടാക്കിക്കൊണ്ടാണ് SFI പ്രവർത്തകർ കോലം കത്തിച്ചത്. തങ്ങൾ നടത്തുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള പ്രതിഷേധമാണെന്നും അത് തീർത്തും സ്വാഭാവികമാണ് എന്നുമായിരുന്നു ഇതേക്കുറിച്ച് SFIയുടെ പ്രതികരണം. മാത്രമല്ല ഈ SFI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു. ഈ കേസെടുത്തപ്പോഴും SFI പറഞ്ഞത് ഈ കേസെടുക്കലും തീർത്തും സ്വാഭാവികം മാത്രമാണ്. അതായത് തീർച്ചയായും ഇത്തരത്തിലുള്ള കോലം കത്തിക്കൽ ഉണ്ടാകുന്ന സമയത്ത് പോലീസിന്റെ ഭാഗത്തു നിന്നും കേസെടുക്കലുണ്ടാകും. അതുകൊണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള കേസെടുക്കലാണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പോലീസിന്റെ നീക്കങ്ങളാണെങ്കിലും എല്ലാം തന്നെ തീർത്തും സ്വാഭാവികം മാത്രമാണ്. മാത്രമല്ല തങ്ങളുടെ പ്രതിഷേധം തുടരുക തന്നെ ചെയ്യും. ആ തുടർച്ചയുടെ ഭാഗം മാത്രമാണ് ഈ കോലം കത്തിക്കൽ എന്നാണ് SFI പ്രവർത്തകരുടെ വാദം. മറിച്ച് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് SFIയുടെ ഭാഗത്തു നിന്നും തീർത്തും വ്യത്യസ്തമായ സമാധാനപരമായ ജനാധിപത്യപരമായ ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 19(1)(a, ആർട്ടിക്കിൾ 19(1)(b തുടങ്ങിയ അവകാശവാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ആ പ്രതിഷേധം. തീർത്തും സമാധാനപരമായിരുന്നു. കരിങ്കൊടി പ്രതിഷേധത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമാണ് എന്ന് അവിടുത്തെ SFI പ്രവർത്തകർ സമ്മതിച്ചതുമാണ്. മാത്രമല്ല SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഇനിയും വ്യത്യസ്തമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്ന് അവർ അന്ന് പറഞ്ഞതുമാണ്. ഈ പ്രതിഷേധത്തിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് തങ്ങളുടെ പ്രതിഷേധം അത് കരിങ്കൊടി പ്രതിഷേധമാണെങ്കിൽ അത് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമാണ് എന്ന് കൂടി അവർ പറയുകയുണ്ടായിരുന്നു. മാത്രമല്ല തങ്ങളുടെ ഇപ്പോഴുള്ള ഈ വേറിട്ട പ്രതിഷേധം, അതായത് യാതൊരു തരത്തിലുള്ള പ്രകോപനവും ഉണ്ടാക്കാതെ യാതൊരു തരത്തിലുള്ള ഒച്ചപ്പാടുകളും ഉണ്ടാക്കാതെയുള്ള തീർത്തും സമാധാനപരമായിട്ടുള്ള ഒരു പ്രതിഷേധമായിരുന്നു തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിലെ ചില അവകാശവാദങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടുള്ള ആ പ്രതിഷേധം കുറച്ചുകൂടി സൗന്ദര്യം SFIക്ക് പകർന്നു എന്നുള്ള വാദങ്ങളും ഒരു ഭാഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല ആ സമയത്ത് SFIയുടെ നേതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തങ്ങൾ തിരുവനന്തപുരത്തുള്ള എല്ലാ SFI പ്രവർത്തകരെയും അണിചേർത്തുകൊണ്ടുള്ള ഒരു പ്രതിഷേധം തങ്ങൾ ആലോചിക്കുന്നുണ്ട് എന്നും ആ SFI പ്രവർത്തകർ തിരുവനന്തപുരത്ത് പറയുകയുണ്ടായിരുന്നു. അതിനുശേഷമാണ് കണ്ണൂരിൽ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ഒരു പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. കഴിഞ്ഞ ഡിസംബർ 10-11 തീയതികളിലാണ് ഗവർണർക്കെതിരെ SFIയുടെ ഭാഗത്തു നിന്നുള്ള കടുത്ത അഥവാ രൂക്ഷമായിട്ടുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളും പ്രതിഷേധങ്ങളെല്ലാം തന്നെ വരുന്നത്. ആ സമയത്ത് ഗവർണറുടെ ഭാഗത്തു നിന്നാണെങ്കിലും SFI പ്രവർത്തകർക്ക് എതിരെ ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിച്ചുകൊണ്ട് ആക്രോശിച്ചുകൊണ്ട് ആ SFI പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കാനും ഗവർണർ ആഹ്വാനം ചെയ്തിട്ടുണ്ടായിരുന്നു. ഗവർണറുടെ നിർദ്ദേശപ്രകാരം ഗവർണർ DGPക്ക് നൽകിയ നിർദ്ദേശം അനുസരിച്ച് വകുപ്പ് 124 ചുമത്തിയാണ് ആ SFI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നത്. തുടർന്ന് അങ്ങോട്ട് യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലെല്ലാം തന്നെ ഗവർണർ മൂബാക്ക് എന്നും ഗവർണർക്കെതിരെ സംഘി ഗവർണർ എന്നുള്ള രൂപത്തിലുള്ള പലതരത്തിലുള്ള ആരോപണങ്ങളും പലതരത്തിലുള്ള ബാനറുകളെല്ലാം തന്നെ SFIയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന പ്രതിഷേധങ്ങളെല്ലാം തന്നെ ഗവർണർക്കെതിരെയുള്ള രൂക്ഷമായിട്ടുള്ള നിലപാട് തന്നെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല സെനറ്റ് യോഗത്തിന്റെ സമയത്തെല്ലാം തന്നെ പ്രവർത്തകരെല്ലാം തന്നെ തടഞ്ഞു വെച്ചുകൊണ്ട് SFI നടത്തിയ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളെല്ലാം തന്നെ SFIയുടെ നിലപാട് തന്നെ വ്യക്തമാക്കുന്നതാണ്. പലപ്പോഴായിട്ട് SFI അത് പറയുക തന്നെ ഉണ്ടായിരുന്നു. തങ്ങളുടെ പ്രതിഷേധം തീർച്ചയായിട്ടും തുടരുമെന്ന് തന്നെയാണ്. അതായത് ഗവർണർ എത്തരത്തിൽ തങ്ങളെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചാലും തങ്ങൾ എങ്ങനെയൊക്കെ പേടിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും തങ്ങൾ അതിലൊന്നും തന്നെ പേടിക്കുകയില്ല. തങ്ങളുടെ പ്രതിഷേധം തീർച്ചയായും തുടരുമെന്ന് തന്നെയാണ്. അതായത് ഗവർണർ ക്യാമ്പസുകളെ കാവ്യവൽക്കരിക്കുന്നു എന്നുള്ളതാണ് SFI പ്രവർത്തകർ ഉയർത്തിക്കാട്ടിയ പ്രശ്നം എന്ന് പറയുന്നത്. ആ പ്രശ്നം പരിഹരിക്കുന്നത് വരെ തങ്ങളുടെ പ്രതിഷേധം തുടരും എന്ന് തന്നെയാണ് SFI പ്രവർത്തകർ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുതന്നെയാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന പ്രതിഷേധത്തിൽ തീർത്തും ജനാധിപത്യപരമെന്ന് വിശേഷിപ്പിച്ച ആ പ്രതിഷേധത്തിൽ SFI ഉയർത്തിപ്പിടിച്ചത്. അതായത് ഫിയർലെസ് 53 SFI എന്നായിരുന്നു ആ ബാനറിൽ പ്രധാനമായും എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് SFI 53 വർഷങ്ങൾ പിന്നിടുന്ന സമയത്ത് തങ്ങൾ ഇത്തരത്തിലുള്ള പേടിപ്പെടുത്തലിനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭയപ്പെടുത്തലിനോ ഒന്നും തന്നെ താഴ്ന്നു കൊടുത്തിട്ടില്ല, തലകുനിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം അഥവാ അത്തരത്തിലുള്ള വാചകങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു SFI ആ പ്രതിഷേധം നടത്തിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ SFIയുടെ നിലപാട് എന്തെന്നുള്ള കാര്യം തീർത്തും വ്യക്തവുമാണ്. വരും ദിവസങ്ങളിൽ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധങ്ങൾ രൂക്ഷമാകുമെന്ന കാര്യം യാതൊരു തരത്തിലുള്ള സംശയമില്ലാത്തതാണ്. അതേസമയം തന്നെ ഗവർണറുടെ നിലപാടാണെങ്കിൽ താൻ ഇതിലൊന്നും തന്നെ ഭയപ്പെടുന്നില്ല, തന്നെ ഭയപ്പെടുത്താൻ SFIക്ക് സാധിക്കില്ല, അത് SFIയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഗവർണറുടെ നിലപാട് എന്ന് പറയുന്നത്. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കോഴിക്കോടെല്ലാം തന്നെ കണ്ടതും. ഈ കഴിഞ്ഞ സമയത്തും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഗവർണർ റൂട്ട് മാറ്റുകയുണ്ടായിരുന്നു. അതായത് കഴിഞ്ഞ ദിവസം ഗവർണർ എയർപോർട്ടിലേക്ക് പോകുന്ന സമയത്ത് SFI പ്രവർത്തകരുടെ പ്രതിഷേധം ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് ഗവർണർ തന്റെ യാത്രയുടെ റൂട്ട്
മാറ്റിയെന്നുള്ള ആരോപണമുണ്ടായിരുന്നു. അതായത് SFI പ്രവർത്തകരെ പേടിച്ചുകൊണ്ടാണ് ഗവർണർ റൂട്ട് മാറ്റിയതെന്നുള്ള ആരോപണം ഉയർന്നപ്പോൾ ഗവർണർ പറഞ്ഞത് തനിക്ക് ആരെയും പേടിയില്ല, തനിക്ക് അങ്ങനെ പേടി ഉണ്ടായിരുന്നുവെങ്കിൽ താൻ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ, അതായത് കഴിഞ്ഞ ദിവസം നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ താൻ പങ്കെടുക്കില്ലായിരുന്നു എന്നുള്ള വാദമായിരുന്നു ഗവർണറുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് ഗവർണർ യാതൊരു തരത്തിലും താൻ പേടിക്കുന്നു എന്ന് സമ്മതിച്ചു തരുന്നില്ല, അഥവാ തനിക്ക് പേടിയില്ല എന്ന് തന്നെയാണ് ഗവർണർ കാണിക്കുന്നത്. ഗവർണർ അങ്ങനെ പേടിയില്ല എന്ന് കാണിക്കുന്ന സമയത്ത് ഗവർണർ SFIക്കെതിരെയുള്ള പ്രതിരോധം തീർക്കുമെന്നുള്ള കാര്യം തീർച്ചയുമാണ്. ഇത് കാണിച്ചു തരുന്നത് ഡൽഹിയിൽ നിന്നും ഗവർണർ മടങ്ങിയെത്തുന്നത് ഇന്നാണെന്നാണ്. ഈ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും, അതായത് വരും ദിവസങ്ങളെല്ലാം തന്നെ ഇതിലും കഠിനമേറിയ രീതിയിൽ, ഇതിലും രൂക്ഷമായ രീതിയിൽ തന്നെ SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ള കാര്യം യാതൊരു സംശയമില്ലാത്തതാണ്. ഇപ്പോൾ SFI പ്രവർത്തകർക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടുള്ളത് തീർത്തും നിസ്സാരമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ്. ആ വകുപ്പുകൾ ഇപ്രകാരമാണ്: അന്യായമായി സംഘം ചേരൽ, കലാപശ്രമം, പൊതുസ്ഥലത്ത് തീകൊളുത്തൽ. ഇത്തരത്തിലുള്ള വകുപ്പുകൾ മാത്രമാണ് പോലീസ് SFI പ്രവർത്തകർക്കെതിരെ ചുമത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അതായത് തീർത്തും നിസ്സാരമായ വകുപ്പുകളാണ് പൊതുസ്ഥലത്ത് തീകൊളുത്തുക, കലാപശ്രമം, അന്യായമായി സംഘം ചേരുക എന്നുള്ളത്. സ്വാഭാവികമായ ഒരു പ്രതിഷേധത്തിനെതിരെ പോലീസ് സ്വീകരിക്കുന്ന തീർത്തും നിസ്സാരമായ വകുപ്പുകൾ മാത്രമാണ് എന്നുള്ളതാണ് ഇതിനെതിരെ ഉയരുന്ന ആരോപണം എന്ന് പറയുന്നത്. മാത്രമല്ല, ഗവർണറുടെ കോലം കത്തിക്കുകയാണ് എന്ന് മനസ്സിലാക്കിയിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള നീക്കം ഉണ്ടായില്ല എന്ന് നേരത്തെ തന്നെ സൂചിപ്പിച്ചതുമാണ്. ഇനി ഈ ഒരു പ്രതിഷേധത്തെ തന്റെ കോലം കത്തിച്ച പ്രതിഷേധം SFI പലപ്പോഴും നടത്തിയിട്ടുണ്ടെങ്കിലും ഇത്തരത്തിൽ ഒരു പാപ്പാനിയുടെ മാതൃകയിൽ കോലം ഉണ്ടാക്കിക്കൊണ്ട് 30 അടിയോളം വലുപ്പമുള്ള കോലം ഉണ്ടാക്കിക്കൊണ്ട് ആ കോലത്തിനെ ഒരു പൊതുസ്ഥലത്ത് അല്ലെങ്കിൽ ഒരു ബീച്ചിൽ കൊണ്ട് സ്ഥാപിച്ചുകൊണ്ട് അവിടെ നിന്നും കത്തിക്കുക എന്ന് പറയുന്ന വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയായിരുന്നു, ഒരു സമര രീതി അഥവാ ഒരു പ്രതിഷേധ രീതിയായിരുന്നു SFIയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ഗവർണറുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം അല്പം ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം ഗവർണർ എന്ന് പറയുന്നത് തീർത്തും SFIയുടെ എത്രയും നിസ്സാരമായ, കണ്ണടച്ചു കളയുന്ന പ്രശ്നങ്ങളെയും പ്രതിഷേധങ്ങളെയും പോലെ അത്രയും പർവ്വതീകരിക്കുന്ന ഒരു സമീപനമായിരുന്നു ഗവർണറുടേത് എന്ന് പറയുന്നത്. മാത്രമല്ല, ഗവർണർ ഇതിനെ തീർത്തും രാഷ്ട്രീയമായി കാണുന്നുണ്ട്, രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നുണ്ട്. അത് ഗവർണർ മാത്രമല്ല, രാഷ്ട്രീയപരമായിട്ട് പല പാർട്ടികളും ഇതിനെ മുതലെടുക്കുന്നുണ്ട്. അത് തീർത്തും SFIയുടെ ഭാഗത്തു നിന്നുമുണ്ട് എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു മുതലെടുപ്പ് പല ഭാഗത്തു നിന്നും നടക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും ഗവർണർ ഈ ഒരു പ്രതിഷേധത്തോട് സമീപിക്കുക എന്നുള്ള കാര്യം തീർത്തും ആശങ്ക ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, തങ്ങളുടെ ഈ പ്രതിഷേധങ്ങളെല്ലാം സ്വാഭാവികമാണ് എന്നാണ് SFIയുടെ വാദം. അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ SFI ഇനി എങ്ങനെയായിരിക്കും പ്രതികരിക്കാൻ പോകുന്നത്? ഗവർണർ എന്താണെങ്കിലും ഇതിനോടുള്ള പ്രതികരണത്തിന് അനുസരിച്ച് SFI തങ്ങളുടെ പ്രതിഷേധങ്ങൾ കൂടുതൽ മാറ്റം വരുത്തുമെന്നുള്ള കാര്യം തീർത്തും സംശയമില്ലാത്ത കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ SFI ഇതിനോട് എങ്ങനെയായിരിക്കും ഇനി പ്രതികരിക്കുക എന്നുള്ള കാര്യവും തീർത്തും ആശങ്ക ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അതായത് SFI ഗവർണർ പോലെ ഇപ്പോഴും യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളുമില്ലാതെ തുടരുകയാണ്. ഒരുപക്ഷെ മാറ്റമില്ല എന്ന് പറയാൻ സാധിക്കില്ല. വലിയ രീതിയിലുള്ള രൂക്ഷമായി തന്നെ പല രീതിയിലുള്ള അല്പം സാഹസികമായ അല്ലെങ്കിൽ അല്പം കാഠിന്യമേറിയ രീതിയിലേക്കെല്ലാം തന്നെ പ്രവേശിക്കുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട്. എന്തായാലും ക്യാമ്പസുകളെ കാവ്യവൽക്കരിക്കുന്നു എന്ന് കാണിച്ചുകൊണ്ട് SFI പ്രവർത്തകർ നടത്തുന്ന ഈ പ്രതിഷേധത്തിന് CPIMന്റെ ഭാഗത്തു നിന്നാണെങ്കിലും അഥവാ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു മൗന അനുമതി ഉണ്ട് എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം MV ഗോവിന്ദൻ വരെ പറയുകയുണ്ടായിരുന്നു ഗവർണർ കാവ്യവൽക്കരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നുള്ളത്. അതിനെ SFI പ്രവർത്തകർ പ്രതിഷേധിക്കുന്ന രീതിയോടും അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള വിയോജിപ്പും ഉണ്ടായിരുന്നില്ല. അതായത് ഇതെല്ലാം കാണിച്ചു തരുന്നത് ഗവൺമെന്റിനോ അഥവാ CPIMനോ അഥവാ ഇടതുപക്ഷത്തിനോ യാതൊരു തരത്തിലുള്ള പ്രശ്നവും ഇതിനില്ല എന്നുള്ളതാണ്. അതായത് അവരുടെ ഒരു മൗന അനുമതി അഥവാ ഒരു പ്രത്യക്ഷ അനുമതി ഇവർക്ക്, അതായത് SFI പ്രവർത്തകർക്ക് ഉണ്ട് എന്നുള്ള കാര്യം തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം തുടരും എന്നുള്ള കാര്യം യാതൊരു സംശയവുമില്ല. പ്രത്യേകിച്ചും ഗവർണർ ഇടതുപക്ഷ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഇത്രയും കർശനമായ നിലപാട് സ്വീകരിക്കുന്ന സമയത്ത് അതിനുള്ള മറുപടി നൽകുന്നത് SFI പ്രവർത്തകരാണ്. അതൊരു പക്ഷേ ക്യാമ്പസുകളെ കാവ്യവൽക്കരിക്കുന്നു എന്നുള്ള ഒരൊറ്റ പേരിൽ ഒതുക്കിക്കൊണ്ട് SFI പ്രവർത്തകർ ഇതിനെല്ലാമുള്ള മറുപടി തന്നെയാണ് നൽകുന്നത് എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. അതിനുള്ള എല്ലാ പിന്തുണയും ഇടതുപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്നുള്ളതും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ SFI പ്രവർത്തകരുടെ പ്രതിഷേധം വരും നാളുകളിലും തുടരും. അതൊരു പക്ഷേ ഇപ്പോഴത്തെക്കാളും രൂക്ഷമായ രീതിയിൽ തന്നെയായിരിക്കും മുന്നോട്ട് പോകാൻ സാധ്യത.